അപ്പോൾ എന്നെ കൽക്കട്ടയിൽ നിന്ന് ചിലർ വിളിച്ചു പറഞ്ഞു, സാർ ഇവിടെ സന്ദേശ് ഗലി എന്നൊരു ഗ്രാമമുണ്ട്. ഈ ഗ്രാമം ഭരിക്കുന്ന ഒരു ഗുണ്ടയാണ്. മാത്രമല്ല അവിടെ പോലീസില്ല. പോലീസുണ്ട്, ഗുണ്ട പറയുന്ന പോലെ പോലീസ് ചെയ്യൂ എന്നൊക്കെ. ഞാൻ ധരിച്ചു ഇതൊക്കെ കെട്ടിച്ചമച്ച കഥയായിരിക്കും. അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ബംഗാൾ പോലെ പ്രബുദ്ധമായൊരു സ്ഥലത്ത് അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ഗുണ്ടാരാജ്. ഏതായാലും ഞാൻ അവിടെ ചെന്നു. കേരളത്തിലെ എൻ്റെ എല്ലാ പരിപാടികളും വെട്ടിക്കുറച്ചിട്ട് ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ സുഹൃത്ത്, എനിക്ക് സഹോദരി തുല്യായ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഗവർണർ, അങ്ങവിടെ പോകരുത്. അങ്ങയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല, അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. ഞാൻ നന്ദി പറഞ്ഞു. സാരമില്ല, എനിക്ക് വയസ്സ് 73 ഇനി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ നെരുക്കം ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്ത് മനുഷ്യർക്ക് പ്രയോജനം ചെയ്ത് മുകളിലേക്ക് പോയാൽ മതി. അതുകൊണ്ട് എൻ്റെ സുരക്ഷയെക്കുറിച്ച് ഒന്നും കരുതണ്ട എൻ്റെ സഹോദരി എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പോയി. എൻ്റെ കൂടെ ഞാൻ അറിഞ്ഞില്ല 10ഓളം വണ്ടികളിൽ പത്രപ്രവർത്തകരുണ്ടായിരുന്നു. ഞാൻ ഗ്രാമത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ പത്രപ്രവർത്തകരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, സാർ ഞങ്ങളെ തടഞ്ഞിരിക്കുന്നു. ഞാൻ വണ്ടി എൻ്റെ മോട്ടോർ റിവേഴ്സ് എടുക്കാൻ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, പത്രക്കാരൻ തടഞ്ഞോ? തടഞ്ഞു സാർ. എന്തുകൊണ്ട്? നിരോധനാജ്ഞയുണ്ട്. ആരുടെ നിരോധനാജ്ഞ? പോലീസ് പുറപ്പെടുവിച്ച നിരോധനാജ്ഞ. സാധാരണഗതി ഞാൻ സൗമ്യമായേ പറയാറുള്ളൂ, നമ്മുടെ പ്രമേന്ദ്രനെ പോലെ ദേഷ്യപ്പെടാറില്ല. എങ്കിലും ഞാൻ പറഞ്ഞു, ഐ ആം ദ ഗവർണർ, ഐ ക്യാൻസൽ ദ പോലീസ് ഓർഡേഴ്സ്. പത്രപ്രവർത്തകർ എൻ്റെ കൂടെ വരും. ഗവർണറുടെ മോട്ടോർക്കേഡിൽ ആര് വേണമെന്ന് ഗവർണർ തീരുമാനിക്കും. എന്നിട്ട് IPS-കാരനായ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ തന്നെ പത്രക്കാരെ എൻ്റെ മോട്ടോർക്കേഡിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണ് ആദ്യമായി പത്രക്കാരെ പോലും ഈ സ്ഥലത്തെത്തുന്നത്. ഇതൊരു ദ്വീപാണ്. 3000 പേര് തിങ്ങിപ്പാർക്കുന്ന സന്ദേശ് ഗലി എന്നൊരു ദ്വീപ് ഹൂഗ്ലി നദിയുടെ ഉള്ളതാണ്, ഗംഗയിൽ. ഞാനിവിടെ ചെല്ലുമ്പോൾ കാണുന്നത് വഴിയിൽ 100 കണക്കിന് സഹോദരന്മാർ കുത്തിയിരിക്കുകയാണ്. എന്നെ കണ്ട മാത്രമല്ല, അലമുറ ഇടാൻ തുടങ്ങി. ചിലർ വഴിയിൽ കിടന്ന് ഉരുളുന്നു, കരയുന്നു, നെഞ്ചത്തടിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ മുൻപോട്ട് വന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല. കാരണം ഗുണ്ടകൾ കാണും. അതിനിടയ്ക്ക് ഒരു സഹോദരി എഴുന്നേറ്റ് വന്നു. അവര് മുഖം സാരി കൊണ്ട് മറച്ച്, ആരാണ് ഞാൻ എന്ന് മറ്റുള്ളവർ കാണരുത്, ഗുണ്ടകൾ കാണരുത്. അങ്ങനെ ഒരു സുരക്ഷാ വലയത്തിലാക്കിയതിന് ശേഷം എന്നോട് ചില കഥകൾ പറഞ്ഞു. ആ കഥകൾ കേട്ടാൽ കരളഞ്ഞു പോലും. അയാളോട് പറഞ്ഞത്, കരളരസം കരകവിയും കഥ പറയാം, പക്ഷേ കരളൊഴുകി കരയരുതെന്ന് ആരുമെന്ന് കഥാപ്രസംഗത്തിൽ കേട്ട ഓർമ്മയുണ്ട്. അതുപോലുള്ള കഥകളാണ് അവർ പറഞ്ഞത്. ഒരു സഹോദരി പറഞ്ഞു, സാർ രാത്രി 8 മണിയാകുമ്പോൾ ഒരു ഗുണ്ട വീട്ടിലേക്ക് വരും, അല്ലെങ്കിൽ 1-2 ഗുണ്ടകൾ. എന്നിട്ട് പറയും, ഈ വീട്ടിലെ പ്രായമായ പെൺകുട്ടിയെ ഇന്ന് രാത്രി 10 മണിക്ക് പാർട്ടി ഓഫീസിൽ എത്തിക്കാം. അതൊരു കമാൻഡാണ്. സാധാരണഗതിക്ക് അച്ഛനെ എതിർക്കും. അച്ഛനെ ഉടനെ അടിച്ച് താഴെയിടും. ഈ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോകും. 3 ദിവസം കഴിഞ്ഞാണ് തിരിച്ചുകൊണ്ടാക്കത്തില്ല, പറഞ്ഞു വിടുന്നത്. അതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതൊക്കെ അക്കമിട്ട് ഈ സഹോദരന്മാരോട് പറഞ്ഞു. ഒരാൾ വന്ന് വീണ്ടും പലരും ധൈര്യം അവലംബിച്ച് മുൻപോട്ട് വന്നു. ഇതിനിടയിൽ ഒരു സ്ത്രീ എന്റെ കയ്യിൽ രാഖി കെട്ടി. രാഖി കെട്ടുക എന്നത് കേരളത്തിലെ ശൈലിയല്ല എന്ന് നമുക്കറിയാം. ഉത്തരേന്ത്യയിൽ രാഖി കെട്ടി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ആ പുരുഷനെ സഹോദരനായി സ്വീകരിക്കുന്നു എന്നാണ്. ഐ വാസ് മൂവ്ഡ് ബൈ ദാറ്റ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ രാഖി കെട്ടി എന്നെ സഹോദരനായി സ്വീകരിച്ചു. ഇന്നു മുതൽ ഞാൻ വെറും ഗവർണറല്ല, നിങ്ങളുടെ സഹോദരനാണ്. സഹോദരന്റെ മാനം കാക്കേണ്ട ചുമതല സഹോദരനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ മാറ്റം കാണേണ്ടത് തന്നെയായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കൽക്കട്ടക്കാരാണ്, കാളിക്കട്ട് കാളിമാതാവിനെ പൂജിക്കുന്നവരാണ്. കാളിയുടെ ഒരു കഥ ഞാൻ അവരോട് പറഞ്ഞു. കൈലാസത്തിൽ ഒരിക്കൽ രക്താസുരൻ വന്നു. രക്താസുരൻ പരമശിവനെ വെല്ലുവിളിച്ചു, പാർവതി അപമാനിച്ചു, പാർവതിയുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു. പാർവതിയുടെ സങ്കടം, ഇത്രയൊക്കെ തന്നെ അപമാനിച്ചിട്ടും, തന്റെ സ്ത്രീത്വത്തെ പരസ്യമായി അപമാനിച്ചിട്ടും സർവശക്തനായ തന്റെ പതി സാക്ഷാൽ തൃശ്ശൂരധാരിയായ മുക്കണ്ണൻ എന്തേ ഒന്നും പ്രതികരിക്കുന്നില്ല. ഒരു സ്ത്രീക്ക് ഏറ്റവും
ഏറ്റവും അപമാനകരമായ നിമിഷം. ഉടൻ പാർവതി ദേവിക്ക് മനസ്സിലായി തന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ശക്തി വരുന്നു. അതായിരുന്നു കാളിയുടെ ശക്തി, സ്ത്രീ ശക്തി, നാരീശക്തി, ആന്തരിക ശക്തി വെളിയിൽ വന്നപ്പോൾ ദേവി കാളിയായി മാറി താടനം ചെയ്തു. രക്താസുരനെ താടനം ചെയ്തു. അവന്റെ ഓരോ തുള്ളി രക്തവും ഭൂമിയിൽ പതിക്കുമ്പോൾ അതിൽ നിന്ന് വീണ്ടും വീണ്ടും പുതിയ രക്താസുരന്മാർ വരികയാണ്. അയാൾക്ക് കിട്ടിയ വരദാനം അതാണ്. അങ്ങനെയാണ് അമ്മ രക്തം കുടിക്കുന്നത്, രക്തകാളി. പിന്നീട് മുൻപിൽ നോക്കിയില്ല. 14 ലോകങ്ങളും അവസാനിക്കാൻ പോകുന്നു എന്ന ഘട്ടത്തിലെത്തി. എങ്ങനെ കാളിയെ സമാധാനിപ്പിക്കാൻ ആരെ കൊണ്ട് കഴിയും? ഒടുവിൽ മഹാദേവൻ തന്നെ കാളിമാതാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. തന്റെ പതിയുടെ മേൽ കാൽ ചവിട്ടുന്നത് ശരിയല്ല എന്ന് ഉള്ളിലെ തോന്നിയ ദേവി പതുക്കെ പതുക്കെ സൗമ്യഭാവത്തിലേക്ക് മാറുകയാണ്. ഞാൻ ആ സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങൾ കാളിമാതാവിനെ പൂജിക്കുന്നില്ലേ? നിങ്ങളുടെ ഉള്ളിലൊരു ശക്തിയുണ്ട്, ആ ശക്തി പുറത്തെടുക്കുക. അതാണ് നിങ്ങളുടെ ശക്തി, നാരീ ശക്തി, അല്ലാതെ വെളിയിൽ നിന്നുള്ളവരുടെ സഹായമല്ല. പിറ്റേന്ന് പത്രത്തിൽ ഞാൻ വായിച്ചു, ആ സ്ത്രീകൾ കരഞ്ഞും നെഞ്ചത്തെടുത്ത് നിസ്സഹായരുന്ന സ്ത്രീകൾ ചൂലെടുത്തുകൊണ്ട്, അടുക്കളയിലെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് അവർ ഗുണ്ടകളെ നേരിട്ടു. ഒരു ഗുണ്ടയുടെ പോൾട്രി ഫാം കത്തിച്ചു. മാത്രമല്ല, വർഷങ്ങളായി നിങ്ങൾക്കറിയാം, കൽക്കട്ടക്കാർക്ക് ബംഗാളികൾക്ക് അവരുടെ രക്തത്തിൽ അലിഞ്ഞു കലർന്ന ഫുട്ബോൾ പ്രേമം. ഫുട്ബോൾ കളിക്കാനുണ്ടായിരുന്ന മൈതാനം, ആ മൈതാനം ഗുണ്ടാസംഘം പിടിച്ചെടുത്തത് ഞങ്ങളുടേതാണ്. മാസങ്ങളായി, വർഷങ്ങളായി അവിടെ നാട്ടുകാർക്ക് അടക്കാൻ കഴിയില്ല. ഈ സ്ത്രീകൾ ചെന്ന് ആ മൈതാനം വിമോചിപ്പിച്ചു. അവരോട് ഫുട്ബോൾ കളിച്ചു. എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, സാർ, ഞങ്ങൾ ഈ മൈതാനത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുസൃതി എനിക്കും തോന്നി. ഞാൻ പറഞ്ഞു, എങ്കിൽ ഗവർണറേതായി ഒരു ഗവർണേഴ്സ് ലെവൽ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഒരു ടീം ഉണ്ടാക്കി കളിച്ചോളാൻ പറഞ്ഞു. അതിനുശേഷം ബംഗാളിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ സന്തോഷകാരികൾ ആവർത്തിക്കപ്പെടുന്നു.